അദ്ധ്യായം 8 കിറ്റ്. പ്രകാശം കെടുത്തുന്നവർ ആകാതെ പ്രകാശം കൊളുത്തുന്നവർ ആകുവിൻ. നമ്മിലെ ദീപം ജ്വലിപ്പിച്ച് മറ്റുള്ളവരിൽ കത്തിക്കുവാൻ പരിശ്രമിക്കുവിൻ. വിശുദ്ധ തോമാശ്ലീഹ ഇതിന് ഒരു ഉദാഹരണമാണ്. അങ്ങിനെ പല ശ്ലീഹമാരും അനുയായികളും ദൈവത്തിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയവരാണ്. ഇന്നത്തെ വചനപ്രഘോഷകരും അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഏവരും ദൈവത്തിന്റെ സമ്മാനത്തിന് അർഹരാണ്. എന്തു സൽപ്രവൃത്തിയായാലും ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത്. പാടി നടക്കരുത്. അപ്പോൾ ഫലവും പ്രശസ്തിയും ഇവിടെ നിന്ന് തന്നെ ലഭിച്ചുകഴിഞ്ഞു. പിന്നെ സ്വർഗത്തിൽ എഴുതിയത് മാഞ്ഞുപോകും. ഒരു കോഴി ഒരു മുട്ടയിട്ട് കുറേ നേരം അത് അറിയിക്കുവാനായിട്ടെന്ന പോലെ അത് വലിയ വായിൽ കൊക്കി നടക്കുന്നു. ചിലപ്പോൾ കൂടെ ചാത്തനും കൊക്കൊക്കോ എന്ന് പിടയും കൊക്കരക്കോ എന്ന് പൂവനും കുറച്ചുനേരം കൊക്കിയിട്ട് വീണ്ടും ഏതിൻ്റെയെങ്കിലും മേലെ കയറിനിന്ന് വീണ്ടും കൊക്കും. തൂവലെല്ലാം പിച്ചിപ്പറിച്ചിട്ട് വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പറന്നു നടക്കുന്നതുപോലെ ആരും പെരുമാറരുത്. ഇത് എല്ലാവിധ സൽപ്രവർത്തികൾക്കും എതിരാണ്. ചിലർ കുറച്ച് അരിയും സാധനങ്ങളും ചേർന്ന് ഒരു കിറ്റ് 100 രൂപയ്ക്ക് ഉണ്ടാകുകയുള്ളൂ. അത് 10 പാവപ്പെട്ട വീട്ടുകാർക്ക് കൊടുക്കുന്നെങ്കിൽ 5000 കായെങ്കിലും ചെലവാക്കി പല ഉയർന്ന മന്ത്രിമാരെയും വിളിച്ച് പത്രത്തിൽ ഇട്ട് ടിവിയിൽ കാണിച്ച് വളരെ ആർഭാടത്തോടെയായിരിക്കും ചെയ്യുക. ഇതുകൊണ്ട് എന്തു പുണ്യമാണ് നേടുന്നത്? ഈ ലോകത്തിലെ പ്രശസ്തിക്കുവേണ്ടി നന്മ ചെയ്യുന്ന ഈ കൂട്ടർ സ്വർഗരാജ്യത്തിൽ യാതൊന്നും അർഹിക്കുന്നില്ല. മാത്രമല്ല, ഇത്തരം പൊങ്ങച്ചക്കാരെ ദൈവം ശിക്ഷിച്ചെന്നും വരും. എല്ലാവർക്കും നന്മ നേരുന്നു. നമ്മുടെ ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയരുത്, വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത്. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവർ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും മറ്റും മറ്റുള്ളവർ അറിയാതിരിക്കണമെന്ന് ആശിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ പ്രശസ്തി നേടുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ എഴുതപ്പെടുകയില്ല. അതുപോലെ തന്നെ വിശ്വാസമില്ലാതെ നമ്മൾ അർപ്പിക്കുന്ന നേർച്ചകളിലും കാഴ്ചകളിലും ദൈവം സംപ്രീതനല്ല. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി 1000 രൂപ ചെലവാക്കിയുള്ള പെരുന്നാളുകളും ഉത്സവങ്ങളും ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിഷ്പ്രയോജനം തന്നെയായിരിക്കും.